സാർ, ഇപ്പം മണിപ്പൂരിൽ വീണ്ടും കലാപം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ പ്രശ്നങ്ങൾ കൂടി വരുന്നു. ഈ മണിപ്പൂരിൽ നിന്ന് ഒരാൾ ഇസ്രായേലിലേക്ക് പോകുന്നു, അവിടുത്തെ സേനയിൽ ചേരുന്നു. അപ്പോൾ വെസ്റ്റ് ബാങ്കിലുണ്ടായ ഏറ്റുമുട്ടലിൽ ആ ഭടൻ കൊല്ലപ്പെടുന്നു. സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്ന ഈ ഒരു സംഭവം? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മണിപ്പൂരിൽ നിന്ന് പോയ ഒരു ആള് അവിടെ IDF, അതായത് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ്, അവിടുത്തെ പട്ടാളം, അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു ഇസ്രയേലിലെ പട്ടാളത്തിൽ ജോലി ചെയ്യണം എന്നുള്ളത്. എന്താണെന്ന് വെച്ചാൽ മണിപ്പൂരിൽ, അത് നമ്മുടെ ഈ കേരളത്തിലൊന്നും അധികം ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ബെനി മെനാഷെ എന്ന് പറഞ്ഞിട്ടൊരു ഇസ്രയേലിൽ നിന്ന് അവിടുത്തെ ഒരു ദുരന്തകാലത്ത് പലായനം ചെയ്ത 10 ഗോത്രങ്ങളിലൊന്ന് മണിപ്പൂരിലുണ്ട് എന്ന് കരുതപ്പെടുന്നു. അതാണ് ബെനി മെനാഷെ എന്ന് പറയുന്നത്. ആ ഗോത്രത്തിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ചില ആളുകൾ അങ്ങോട്ട് കുടിയേറിയിട്ടുണ്ട്. അപ്പോൾ വേരുകൾ അവിടെ ഉണ്ട്, വേരുകൾ അവിടെ ഉണ്ട് എന്ന് ഇവർ കരുതുന്നു. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഈ പല സ്ഥലത്തും ഇപ്പോൾ ഇവിടെ നമ്മുടെ മട്ടാഞ്ചേരിയിൽ നിന്നൊക്കെ പോയ ജൂതന്മാരെ ഞാൻ ഒരിക്കൽ ഇസ്രയേലിൽ പോയപ്പോൾ അവരെയൊക്കെ കണ്ടിരുന്നു. പക്ഷെ അവിടെ അത് രണ്ടാം തരം പൗരന്മാരായിട്ട് അവർ കരുതുള്ളൂ. കാരണം അവർ ജർമ്മനിയിൽ നിന്നോ എവിടെ നിന്നൊക്കെ ശരിക്കും ജൂത പാരമ്പര്യത്തിൽ നിന്ന് വന്നതാണ്. ഇത് ഈ പലായനം ഈ ശരിക്കും ജൂതന്മാർക്കിടയിൽ വലിയ ഐത്തമുണ്ട് കേട്ടോ. ഉണ്ടല്ലേ? അത് ഈ അവരുടെ പള്ളിയില്ലേ, സിനഗോഗ്, ആ സിനഗോഗിൽ ഓരോ ആളുകൾക്ക് ഇരിക്കാവുന്നത് മുമ്പിലാണോ ഇരിക്കുന്നത്, ഇടയ്ക്കാണോ ഇരിക്കുന്നത്, ഏറ്റവും പുറകിലാണോ ഇരിക്കുന്നത് എന്നൊക്കെ വേർതിരിക്കും. ഈ കറുത്ത ജൂതൻ, ഇങ്ങനെ പല സംഗതികളും അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ കരുതുന്നവരെ ഇഷ്ടമുള്ളിടത്ത് പോയി ഇരിക്കാൻ പറ്റില്ല. അത് അതിൻ്റെ അകത്ത് ഓരോ സ്ഥലത്തു നിന്ന് വന്നതും കുടിയേറിയതും പലായനം ചെയ്തതും സ്പെയിനിൽ നിന്ന് വന്നവർക്കൊക്കെ ആണെങ്കിൽ നല്ല വിലയും അങ്ങനെയൊക്കെ ഉള്ള വല്ലാതെ അയിത്തം ആചരിക്കുന്ന ഒരു കൂട്ടരാണ് ഈ ജൂതന്മാർ. അത് ശരി. അവർ ഇത്ര പറ നെല്ലുണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ നാട്ടിൽ, എന്ന് പറഞ്ഞ പോലെ മറ്റേ പള്ളിയിൽ ഇന്ന സ്ഥലത്തിരുന്നിരുന്ന ആളാണ് എൻ്റെ മുത്തശ്ശൻ എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ സ്റ്റാഫ് സർജൻറ്റ് IDFൽ, ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിലെ സ്റ്റാഫ് സർജൻറ്റ് ഗറി ഗിദിയോൻ ഹങ്കാൽ ആണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബെനി മെനാഷെ സമൂഹം, മണിപ്പൂരിൽ നിന്നുള്ള ചൂരാചന്ദ്രപൂർ, ആ ഭാഗത്തൊക്കെയാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അവരിടയ്ക്ക് ക്രിസ്ത്യാനികളായിരുന്നു, പിന്നീട് അവരുടെ ഗോത്രമൊക്കെ കണ്ടുപിടിച്ചിട്ട് ഇസ്രയേലിലേക്ക്, അവിടെ ജോലിയൊക്കെ കിട്ടും. പക്ഷെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താണെന്നറിയോ ചെയ്യുക, ഇവർ ജൂതന്മാരാണെന്ന് കണക്കാക്കിയിട്ട് ഈ കുഴപ്പമുണ്ടാകുന്ന പ്രദേശമില്ലേ, വെസ്റ്റ് ബാങ്ക്, ഗാസ, അവിടെയൊക്കെയാണ് കൊണ്ടുപോയി പാർപ്പിക്കുന്നത് ഇവിടുന്ന് പോകുന്നവരെ. ഈ അവിടെയുള്ള ഈ നോഫ് ഹഗാലിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം താമസിക്കുന്നത്. ഈ ഇസ്രയേൽ പട്ടാളത്തിൻ്റെ നാഗ്ഷു ബറ്റാലിയനിൽ കിഫർ ബ്രിഗേഡിൽ ആണ് അദ്ദേഹം പട്ടാളക്കാരനായിട്ട് ജോലി ചെയ്തിരുന്നത്. 24 വയസ്സ്, അവിവാഹിതനാണ്. ബെയ്ത്ത് എൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇയാളുടെ കുടുംബത്തിന് സെറ്റിൽ ചെയ്തിരിക്കുന്നത്, ഇസ്രയേൽ വെസ്റ്റ് ബാങ്കിൽ തന്നെ. ഈ ബുധനാഴ്ചയാണ് മരിച്ചത്. ഇന്നലെയായിരുന്നു ശവമടക്ക്. ഇയാൾ 2020 ഹങ്കൽ എന്ന് നമുക്ക് വിളിക്കാം അയാളെ, ഹങ്കൽ ഇസ്രയേലിൽ പോയത്. നോർത്ത് ഈസ്റ്റിൽ നിന്ന് വടക്ക് കിഴക്ക് എന്ന് മാത്രമേ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എനിക്ക് പക്ഷേ ഇത് മണിപ്പൂരാണെന്ന് നന്നായി അറിയാം. ഈ ബെൻ മെനാഷെ ഗോത്രം മണിപ്പൂരിൽ കുറേ പേരുണ്ട് എന്നുള്ളതാണ് വിശ്വാസം. അതിൻ്റെ വിശദാംശങ്ങൾ അവസാനം പറയാം. അറിയായിരുന്നു മണിപ്പൂരിൽ ഇങ്ങനെ ഇവരുടെ ഈ ഒരു ഗോത്രം ഉണ്ട് എന്ന് പറഞ്ഞാൽ ജ്യൂസ് ആൻഡ് സനാതന ധർമ്മ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട്. അതിലൊരു അധ്യായം തന്നെ മണിപ്പൂരിലുള്ള ഈ ഇസ്രയേലി ഗോത്രത്തിനെ പറ്റിയിട്ടാണ്. ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. അതെ അതെ. അപ്പോൾ ഈ ഇസ്രയേൽ ആർമിയിൽ ഇവിടുന്ന് പോയ 300, ഈ മണിപ്പൂർ ഭാഗത്തു നിന്നൊക്കെ പോയ 300 ബെനി മെനാഷെ ആളുകൾ, ഗോത്ര വിഭാഗക്കാരുണ്ട് എന്നാണ് കണക്ക്. 300 പേര് ഇസ്രായേൽ പട്ടാളത്തിൽ ജോലി ചെയ്യുന്നു. പ്രത്യേകിച്ച് കോമ്പാറ്റ് യൂണിറ്റ്, അതായത് യുദ്ധം നടത്തുന്ന ഫീൽഡിൽ തന്നെ
ഉള്ള യൂണിറ്റുകളിലാണ് ഈ 300 പേരും. എന്ന് പറഞ്ഞാൽ മുന്നണി പോരാളികൾ, വെടികൊള്ളാൻ എപ്പോഴും തയ്യാറായി നിൽക്കുന്ന ആൾക്കാർ, സാധ്യതയുള്ളവരുമൊക്കെയാണ്. മണിപ്പൂർ, മിസോറം അവിടെ നിന്നൊക്കെ ഉള്ളവരാണ് ഈ ബെനെ മെനാഷയിലൊക്കെ പെടുക. ഈ മെനാസെ ട്രൈബ് ഗോത്രവർഗം എന്ന് പറയുന്നത് ലോസ്റ്റ് ട്രൈബ് എന്ന് പറയും. അതായത് അവിടെ ജെറുസലേമിലെ 2ാമത്തെ ദേവാലയം ഈ തകർത്തതിന് ശേഷം അവിടെ നിന്ന് പലായനം ചെയ്തവർ ബർമയിലുമൊക്കെ എത്തിയിട്ട് അതുവഴി ഇന്ത്യയിലേക്ക് വന്നതായിട്ടാണ് കരുതപ്പെടുന്നത്. കഴിഞ്ഞ 5 വർഷം കൊണ്ട് 1500 പേര് ഈ മണിപ്പൂരിൽ നിന്നൊക്കെ അങ്ങോട്ട് കുടിയേറിയിട്ടുണ്ട്. ആകെ 5000 പേര് ഈ ബെനെ മെനാഷെ ഗോത്രത്തിൽപ്പെട്ടവരായിട്ട് കരുതപ്പെടുന്നവർ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇസ്രയേലിലേക്ക് കഴിഞ്ഞ 10 കൊല്ലത്തിൻ്റെ ഇടയ്ക്കൊക്കെ കുടിയേറിയിട്ടുണ്ട്. ഇത് ഈ വെടികൊണ്ടോ ബോംബ് ഇട്ടത് കൊണ്ടോ ഒന്നുമല്ല ഈ ഹങ്കൽ അവിടെ മരിച്ചത്. വെസ്റ്റ് ബാങ്കിൽ ഒരു പലസ്തീൻ ലൈസൻസിൻ്റെ പ്ലേറ്റുള്ള ഒരു ഫ്യുവൽ ടാങ്കർ, ഇന്ധന ടാങ്കറിൽ എവിടെയൊക്കെ ഓടുന്ന ഇന്ധന ടാങ്കർ ഓടിച്ചിട്ടൊരു പലസ്തീൻകാരൻ ഹൈവേയിൽ നിന്ന് പെട്ടെന്ന് ഇസ്രായേൽ ഗാർഡ് പോസ്റ്റിലേക്ക് ആ ട്രക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. അങ്ങനെ ഇടിച്ചു കയറ്റിയപ്പോഴാണ് ഈ ഹങ്കൽ കൊല്ലപ്പെട്ടത്. അവിടുത്തെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തായിരുന്നു ഈ പോസ്റ്റ്. അങ്ങനെ ഇന്ധന ടാങ്കർ കൊണ്ടുവന്ന് ഇടിച്ച ഡ്രൈവർ ഉണ്ടല്ലോ, ഡ്രൈവിംഗ് സ്ഥാനത്തുണ്ടായിരുന്ന അയാളെ വെടിവെച്ച് കൊന്നു ഇസ്രായേൽ പട്ടാളം. അയാളുടെ പേര് ഹൈൽ ദൈഫള്ള എന്നായിരുന്നു. 58 വയസ്സാണ് അയാൾക്ക്, ഈ പലസ്തീൻകാരന്, നമ്മുടെ ഇന്ത്യക്കാരനെ കൊന്ന അയാൾക്ക് 58 വയസ്സ്. മധ്യ വെസ്റ്റ് ബാങ്കിലെ റഫാത്തിൽ നിന്നുള്ള ആളാണ് ആ ഡ്രൈവർ എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത് ജിറാത്ത് അസാഫ് എന്ന ജൂയിഷ് സെറ്റിൽമെൻറ്റ്, ജൂതഗ്രാമം എന്ന് പറയാം, അതിൻ്റെ അടുത്താണ് ആ സ്ഥലം, ഈ സംഭവ സ്ഥലം. ഡ്രൈവറെ ഈ വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഈ ജൂയിഷ് സെറ്റിൽമെൻ്റ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെസ്റ്റ് ബാങ്ക്, ഗാസ, ഇത് മുഴുവൻ 2048 ആകുമ്പോൾ പലസ്തീൻ മൊത്തം കയ്യിൽ വേണമല്ലോ ഇസ്രായേലിൻ്റെ. അതാണ് അവർ വിഭാവനം ചെയ്യുന്നത്. അപ്പോൾ ഈ ഇന്ത്യയിൽ നിന്ന് വന്നവരെയൊക്കെ കൊണ്ടുപോയി ഈ സംഘർഷ പ്രദേശങ്ങളിലാണ് താമസിപ്പിക്കുന്നത്. അതാണ് ഈ ജൂയിഷ് സെറ്റിൽമെൻറ്റ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇവിടുന്ന് പോയ ഈ 5000 പേരും ഇതുപോലുള്ള മേഖലകളിൽ തന്നെ ആകാനാണ് സാധ്യത. 2005 ചീഫ് റബ്ബി എന്ന് പറഞ്ഞാൽ അവരുടെ പുരോഹിതൻ, ജൂത പുരോഹിതൻ, അവിടെയുള്ള ആൾ ആണ് കണ്ടെത്തിയത് ഇസ്രയേലിൽ നിന്ന് ഈ കാണാതായ ഗോത്രവർഗം ഈ മണിപ്പൂരിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് മണിപ്പൂരിൽ വരികയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 2ാമത്തെ ദേവാലയം ജെറുസലേമിൽ നശിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് പലായനം ചെയ്യേണ്ടി വന്ന ഗോത്രങ്ങളാണ് 10 ഗോത്രങ്ങളുണ്ട്. ആ 10-ലൊന്നാണ് ബെനി മെനാഷെ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിനെ, ഹങ്കലിനെ ഇന്നലെ ഹെർസിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അടക്കി. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് ഇഷാക്കിനൊപ്പം അമ്മ ദിന, അവർക്ക് 2 പേർക്കും ഒപ്പം 2 സഹോദരിമാർക്കും ഒപ്പം, അങ്ങനെ 4 പേരായിട്ടാണ് അങ്ങോട്ട് പോയത്. ഈ മരിച്ചുപോയ ഹങ്കലിൻ്റെ ഒരു സഹോദരനും സഹോദരിയും ഇപ്പം ഇന്ത്യയിലുണ്ട്. അവർ താമസിയാതെ അങ്ങോട്ട് പോകും എന്നാണ് കരുതുന്നത്. ഇങ്ങനെ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതിന് അലിയ എന്ന് പറയും. അതവിടെ ഇസ്രയേൽ സർക്കാർ കുടിയേറ്റ നിയമമൊക്കെ അനുസരിച്ചിട്ട് സമ്മതിക്കണം. അലിയ എന്ന് പറഞ്ഞാൽ കുടിയേറ്റം എന്നാണ് ഹീബ്രുവിൽ. ഹങ്കല് ഇവിടെ നിന്ന് 4 കൊല്ലം മുമ്പ് അങ്ങോട്ട് പോയിട്ട് ഈ ഹീബ്രു പഠിച്ചു. തോറ, അവരുടെ വേദഗ്രന്ഥം ഉണ്ടല്ലോ, അതും വായിക്കാനൊക്കെ പഠിച്ചു. 6 മാസം അതിൻ്റെ പഠനത്തിലൊക്കെ ആയിരുന്നു. പഠിച്ചത് ഈ താമസിച്ചിരുന്ന നോഫ് ഹലാലിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി എൻ്റെ പുസ്തകത്തിൽ നിന്ന് ഈ ബെനി മെനാഷയെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പ്രേക്ഷകർ അറിയാൻ വേണ്ടി പറയാം. ഇന്ത്യയിൽ ബെനി മെനാഷെ, ചിൽഡ്രൻ ഓഫ് മെനാഷെ, മെനാഷയുടെ സന്താനങ്ങൾ, അതൊരു പ്രവാചകന്റെ പേരിലാണ് ഈ പറയുന്നത്. ഈ മെനാഷെ എന്നൊക്കെ അവർ ഷിൻലുങ് എന്നാണ് മണിപ്പൂരിലൊക്കെ പറയുന്നത്.
അത് ടിബറ്റിൽ നിന്നും ബർമയിൽ നിന്നും മ്യാൻമാറിൽ നിന്നും ഒക്കെ വരുന്ന ഈ ചില വംശങ്ങളാണത്. എത്നിക് ഗ്രൂപ്പ്സ് ടിബറ്റോ ബർമീസ് ആണ്. അതിർത്തിയിൽ നിന്നാണ് അവർ വരുന്നത്. അവർ ഈ പറഞ്ഞ പോലെ അവിടുത്തെ ഒരു കാണാതായ ഗോത്രം ആണെന്ന് അവർ കരുതുന്നുണ്ട്. ഇവരിൽ എല്ലാവരും ജൂത മതം യഹൂദ മതം സ്വീകരിച്ചിട്ടില്ല. കുറേ പേര്, ഇവിടുന്ന് ഇപ്പോൾ 5000 പേരാണല്ലോ പോയത്. 10,000 പേരോളം മണിപ്പൂരിൽ ഈ ഗോത്രത്തിലുള്ളവരുണ്ട്. 1951 ഇങ്ങനെ ഇന്ത്യയിൽ ഇങ്ങനൊരു ഗോത്രം, ഇസ്രയേലിൽ നിന്ന് അപ്രത്യക്ഷമായ ഗോത്രം ഉണ്ട് എന്ന് കണ്ടെത്താനൊക്കെ തുടങ്ങിയത്. അത് ഇവരുടെ പുരോഹിതൻ മീ ചാല പറഞ്ഞിട്ട് മിസോറാമിലെ ആളാണ് മീ ചാല എന്ന് പറഞ്ഞാൽ ഇവരുടെ മണിപ്പൂരിലെ പുരോഹിതൻ ആണ് പറഞ്ഞത്. അങ്ങേർക്കൊരു സ്വപ്നം ഉണ്ടായി. ആ സ്വപ്നത്തിൽ നമ്മുടെയൊക്കെ ഈ മാതൃഭൂമി ഇസ്രയേലാണെന്നായിരുന്നു സ്വപ്നം. അദ്ദേഹം ഒരു ദിവസം ഇങ്ങനെ പ്രവാചക ശബ്ദത്തിൽ പറഞ്ഞാണ്. അപ്പോൾ ഈ ജൂതന്മാരാണെന്നുള്ളത് ഇങ്ങേരുടെ അനുയായികൾ അംഗീകരിച്ചു. അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അതിനു മുമ്പ് അവർ ക്രിസ്തു മതത്തിലേക്ക് മാറിയവരായിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു കാലത്ത് അവിടെ പോയിട്ട് വടക്ക് കിഴക്ക് ഒക്കെ പോയിട്ട് ഈ ആന്ത്രപ്പോളജിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് വെറിയർ എൽവിൻ എന്ന് പറഞ്ഞിട്ട് വിദേശത്ത് വന്ന മിഷണറി ആയിട്ട് വന്നൊരു വെറിയർ എൽവിൻ എന്ന് പറഞ്ഞൊരു ആന്ത്രപ്പോളജിസ്റ്റ്, നരവംശ ശാസ്ത്രജ്ഞൻ. യഥാർത്ഥത്തിൽ മതം മാറ്റമൊക്കെ ആയിരുന്നു പണി, ഈ മിഷൻ എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പലരെയും അദ്ദേഹമാണ് ഇവരെ മാറ്റിയതെന്ന് ഞാൻ പറയല്ല, ഒരു ഉദാഹരണം പറഞ്ഞാണ്. അങ്ങനെ ഇവർ ക്രിസ്തു മതത്തിൽ ചേർന്നിരുന്നു. ഇവർ ചിൻ, കുക്കി, മിസോ ഗോത്രവർഗങ്ങളിൽപ്പെട്ടവരാണ് ശരിക്കും. അങ്ങനെയാണ് ഇവിടെ ജീവിച്ചിരുന്നത്. മിസോ, കുക്കി എന്നൊക്കെ പറഞ്ഞു. ഒരു പുതിയ കണ്ടുപിടുത്തമായിട്ടാണ് ഈ ഇസ്രയേൽ ഗോത്രമാണെന്ന് പറഞ്ഞു വന്നത്. അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് പിന്നീട് DNA പരിശോധനയിലൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഇസ്രയേലിലെ പുരോഹിതൻ എലിയാഹു അവിച്ചയിൽ, അമിഷാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ എലിയാഹു അവിച്ചയിലാണ് ഇങ്ങനൊരു തിയറി കൊണ്ടുവന്നത്. ബെനേ മെനാസയിൽ നിന്ന് തുടങ്ങിയ ഗോത്രം, ആ പുരോഹിതനിൽ നിന്ന്. 20-ാം നൂറ്റാണ്ടിലെ ആദ്യം ഇസ്രയേൽ ഇവരുടെ ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റം നിർത്തിവെച്ചിരുന്നു. അതിനു മുമ്പ് ഈ അവിച്ചയിൽ മണിപ്പൂരിലൊക്കെ വന്നിട്ട് കുറേ പേരെയൊക്കെ കണ്ടെത്തി എന്നൊക്കെ അവകാശപ്പെട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. 2005 ഈ അവിച്ചയിൽ എന്ന് പറഞ്ഞ റബ്ബി ഇത് വളരെയധികം പ്രചരിപ്പിച്ചു അവിടെ. എന്നിട്ട് ഇവരെ കൺവെർട്ട് ചെയ്തു. ഇന്ത്യയിൽ വന്നിട്ട് ഈ ക്രൈസ്തവരെ ജൂതമതത്തിലേക്ക് കുറേ പേര്, 5000-ഓളം പേരെ കൺവെർട്ട് ചെയ്ത് അവരെ ഇനി ഇമിഗ്രേഷൻ, കുടിയേറ്റം ആകാം എന്ന് പറഞ്ഞു. മണിപ്പൂർ ചരിത്രകാരനായ ലാൽ ധേന ഇതേപ്പറ്റി പറഞ്ഞ കുറേ കാര്യങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. അവർ വിചാരിക്കുന്നത് കുക്കി എത്നിക് ഗ്രൂപ്പ് മൻമാസി എന്ന് പറഞ്ഞ ഗോത്രവർഗം ഹമർ എന്ന് പറഞ്ഞ ഒരാളിൽ നിന്ന് തുടങ്ങിയതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മൻമാസി എന്ന് പറയുന്ന ആൾ സത്യത്തിൽ ഹീബ്രു മനാസെ ആണെന്ന് ഇവർ വിശ്വസിക്കുന്നതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഈ മണിപ്പൂരിലുണ്ടായിരുന്ന ഇവരുടെ തുടക്കക്കാരൻ യഥാർത്ഥത്തിൽ മനാസെ എന്ന് പറഞ്ഞ പ്രവാചകനായിരുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ട്. 1950-കളിൽ ഈ ഗ്രൂപ്പ് ചിൻ, കുക്കി, മിസോ, ഈ മണിപ്പൂരിൽ ഈ ഗ്രൂപ്പ് മെസ്സിയാനിക് മൂവ്മെൻറ്റ് ഒരെണ്ണം ഉണ്ടാക്കി. ഈ മെസ്സിയാനിക് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ സുവിശേഷ പ്രസ്ഥാനം, പുതിയ ജൂത സുവിശേഷ പ്രസ്ഥാനം ഉണ്ടാക്കി. ഇസ്രയേൽക്കാർക്കൊക്കെ യേശുവാണ് വാഗ്ദത്ത മിശിഹ എന്നവർ കരുതിയിരുന്നു. പക്ഷെ ജൂതന്മാരുടെ സാബത്ത് ഇല്ലേ, ഈ ഒഴിവ് ദിവസം, സ്രഷ്ടാവായ ദൈവം സൃഷ്ടിയൊക്കെ നടത്തിയിട്ട് വിശ്രമിച്ച ദിവസം, അത് ഇവർ ആഘോഷിക്കാൻ തുടങ്ങി. ഈ ജൂതന്മാരെ പോലെ തന്നെ മണിപ്പൂരിൽ ശബാത്ത് അങ്ങനെ ചെയ്തിരുന്നു. അവരുടെ ഭക്ഷണക്രമങ്ങളൊക്കെ സ്വീകരിച്ചു.
അവരുടെ ആചാരങ്ങൾ എടുത്തു. അവരുടെ പുസ്തകങ്ങളൊക്കെ 1960കളിൽ പഠിച്ചു. സത്യത്തിൽ അവർക്ക് ഇസ്രയേലിലെ ഒരു ആളുമായിട്ടും ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. ഈ മറ്റേ അവിച്ചയിൽ വന്നു എന്നുള്ളതല്ലാതെ 1972 മെയ് 31 ഇതിൽ ചില ആളുകളൊക്കെ ചേർന്നിട്ട് മണിപ്പൂർ ജൂയിഷ് ഓർഗനൈസേഷൻ ഉണ്ടാക്കി, മണിപ്പൂർ ജൂത സംഘടന. പിന്നീട് അതിൻ്റെ പേര് യുണൈറ്റഡ് ജൂസ് ഓർഗനൈസേഷൻ എന്നായി. വടക്ക് കിഴക്ക് ഭാഗത്തെ ആദ്യത്തെ ജൂത സംഘടനയായിരുന്നു അത്. അത് കഴിഞ്ഞ് 20ാം നൂറ്റാണ്ടിൻ്റെ അവസാനം ഈ ബെനെ മനാശെ എന്ന് വിചാരിക്കുന്നവർ ജൂതമത സംഗതിയൊക്കെ പഠിക്കാൻ തുടങ്ങി. ഇവിടുന്ന് പോകുന്നവരെയൊക്കെ അവിടെ ഇസ്രയേലിൽ വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ആണ് കൊണ്ടുപോയി താമസിപ്പിച്ചത്. 2005 ഇസ്രയേലിലെ പുരോഹിതന്മാരുടെ റബ്ബാനേറ്റ് ഇവരെ സ്വീകരിച്ചു, അവരുടെ ഇസ്രയേലിലേക്ക് സ്വാഗതം ചെയ്തു, സ്വീകരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അവർക്ക് അവിടെ ഒരു ഇത് കിട്ടി. ഇനിയിപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ DNA ടെസ്റ്റുകൾ നടത്തിയാലല്ലേ ഇത് ആ ഗോത്രം തന്നെയാണോ, കാരണം ഇസ്രയേലിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഗോത്രമാണോ എന്ന് നോക്കാനൊക്കെ DNA ടെസ്റ്റാണ് ഉള്ളത്. അപ്പോൾ ഈ ബെനെ മനാശയ്ക്ക് ഈ മണിപ്പൂരിലുള്ള ഈ ആളുകൾക്ക് അവകാശപ്പെടുന്നവർക്ക് എന്തെങ്കിലും ഈ അപ്രത്യക്ഷമായ ഗോത്രമായിട്ട് അല്ലെങ്കിൽ ഇസ്രയേലുകാരുമായിട്ട് ബന്ധമുണ്ടോ എന്നറിയാനായിട്ട് DNA പരീക്ഷണം നടത്തി. മിസോ കുക്കി ആളുകൾക്കിടയിൽ ഈ ഹൈഫ എന്ന് പറയുന്ന തറുമുഖ നഗരമുണ്ട് ഇസ്രയേലിൽ, അവിടുത്തെ ടെക്നിയൻ ഇസ്രയേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അവിടെയാണ് DNA പരിശോധനകൾ നടത്തിയത്. അപ്പോൾ ആ പരിശോധനകളിൽ ഇൻവോൾവ് ആയിരുന്ന ഈ പ്രൊഫസർ കാൾ ഷ്രക്കി എന്ന് പറഞ്ഞ ആൾ 350 ജനറ്റിക് സാമ്പിള് പരിശോധിച്ചു. ആ പരിശോധനകളുമായി ബന്ധപ്പെട്ടിരുന്നൊരു പണ്ഡിതൻ ഐസക് ഹമാർ ഇൻഡോറ്റ് എന്ന് പറയുന്ന ആൾ പറയുന്നത് ഒരു ജനിതക തെളിവും ഈ മിഡിൽ ഈസ്റ്റുമായി ബന്ധപ്പെട്ടവരാണെന്ന് ഇവർ തെളിയിക്കാനായിട്ട് കിട്ടിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ ഒരു ജൂത പുരോഹിതൻ ഇവിടെ മണിപ്പൂരിലുള്ളവർ ആണ്, അവിടുത്തെ ലോസ്റ്റ് ട്രൈബ് ബെനി മനാശ എന്ന് പറഞ്ഞു. അത് കേട്ട് കുറേ ക്രിസ്ത്യാനികൾ അതിലേക്ക് ചേർന്നു. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ പോർച്ചുഗീസുകാർ വന്നിട്ട് കുറേ പേരെയൊക്കെ മതം മാറ്റിയില്ലേ, മതം മാറിയ ഗുണമുണ്ടാവും, നികുതി കൊടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ ചെയ്യുന്നതാണ് പല ബെനിഫിറ്റ്സ്. അതെ, അപ്പോൾ അവിടെ ഈ പട്ടാളത്തിൽ ജോലി കിട്ടും, നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലും ഒരു ജോലി, കൂടുതൽ ശമ്പളം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് അതിലൊക്കെ പെട്ട് പോയതാണെന്നാണ് കരുതേണ്ടത്. എന്തായാലും അങ്ങനെ പോയ ഒരാൾക്ക് ജോലി കിട്ടി, ഹങ്കൽ. അദ്ദേഹത്തിന് പട്ടാളത്തിൽ ചേരണമെന്നായിരുന്നു വിശ്വാസമെന്ന് ഞാൻ ഇസ്രയേൽ പത്രത്തിൽ നിന്ന് വായിച്ചു, ടൈംസ് ഓഫ് ഇസ്രയേലിൽ എന്ന് അവർ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വപ്നമായിരുന്നു. എന്തായാലും അദ്ദേഹം ഇപ്പോൾ ഈ ഹമാസും ഇസ്രയേലുമായിട്ടുള്ള യുദ്ധത്തിൽ രക്തസാക്ഷിയായി, ബലിദാനിയായി, ഒരു വീരനും ആയി ഇസ്രയേലിൽ എന്ന് പറയാം. എന്തായാലും ജൂത സമൂഹവുമായി ബന്ധപ്പെട്ട കുറച്ച് പുതിയ കാര്യങ്ങളാണ് സാറ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. അപ്പം ഇങ്ങനെ ഇന്ത്യയുമായി ഒരു കണക്ഷൻ അത് പലർക്കും അറിയാത്തതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻ ഇനിയും നമുക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.